അഭിമാനം വളരെ വലുതാണ്. നിങ്ങളുടെ പോലെ തന്നെ തൊട്ടപ്പുറത്ത് ആണ് രാധാകൃഷ്ണൻ ഇരിക്കുന്നത്. ഇദ്ദേഹം ഒരു ലെൻസ് ഇത് കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർമ കൊണ്ടുവരും, എന്നിട്ട് അത് കത്തിച്ച് നോക്കും. അപ്പം ഞാൻ വിചാരിച്ചത് അവസാനം സ്കൂൾ കത്തിക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, അത് കഴിഞ്ഞ് ഇയാൾ വലിയ ആളായി എന്നൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇയാൾ ഒരു ദിവസം ISRO ചെയർമാൻ ആവുന്നതിന് മുമ്പ് തന്നെ ഹൈദരാബാദിലൊരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോഹൻലാലും ഞാനൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾ അവിടെ വന്നു. ഇയാളുടെ ഭാര്യയും കൂടി, അവർക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ രാധാകൃഷ്ണൻ വെറുതെ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രാധാകൃഷ്ണനാണ്, ഇദ്ദേഹം ISRO കമ്പനിയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് രാധാകൃഷ്ണൻ ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം എൻ്റെ രാധാകൃഷ്ണൻ അറിയാം എൻ്റെ വിദ്യാഭ്യാസ കുറവ്, ഈ HMT കമ്പനി എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ മോഹൻലാൽ എൻ്റെ താൻ എന്തൊരു മനുഷ്യൻ അങ്ങനെയാണോ പറയാ? ഞാൻ പറഞ്ഞു, അതൊന്നും ഒരു തമാശയ്ക്ക് പറഞ്ഞതാടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാധാകൃഷ്ണൻ്റെ ചേട്ടനും എൻ്റെ ക്ലാസ്മേറ്റാണ് എല്ലാവരും. ശിവദാസൻ, രാധാകൃഷ്ണൻ അച്ഛനും ക്ലാസ്മേറ്റ് രാധാകൃഷ്ണൻ്റെ ചേട്ടൻ ശിവദാസൻ്റെ ക്ലാസ്മേറ്റാണ്, രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ അവിടെ മക്കളില്ല, നമ്മൾ എന്ത് ചെയ്യാനാണ്? മക്കളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റെഡിയാണ് പഠിക്കാൻ, അവരുടെ കൂടെ പഠിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര